കൂണൂർ എന്നൊരു അടിപൊളി സ്ഥലം വിസിറ്റ് ചെയ്യാതെ എങ്ങനെയായിരിക്കും അല്ലേ നമ്മളെ ഊട്ടി ട്രിപ്പ് കംപ്ലീറ്റ് ആവുന്നത്. സോ കൂണൂർ പോവുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട 4 കിടിലം ഫുഡ് സ്പോട്ട് ആണ് ഇന്ന് നാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്പോട്ട് നമ്പർ 1 ക്രൗൺ ബേക്കറി ആണ്. ഓൾമോസ്റ്റ് 145 വർഷം പഴക്കമുള്ള ബേക്കറി ആണിത്. സാക്ഷാൽ ഗാന്ധിജി വരെ ഈ ഒരു ബേക്കറി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഹണി കേക്ക് ആണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. നമ്മുടെ സെക്കൻഡ് സ്പോട്ട് എച്ച് ദം ബിരിയാണി ആണ്. ഇതൊരു കുഞ്ഞു ഫുഡ് സ്പോട്ട് ആണ്. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയാണ് നിങ്ങൾ ഓർഡർ ചെയ്യണത്. ബീഫ് ബിരിയാണിയേക്കാൾ റേറ്റ് കൂടുതൽ ഇവിടെ ചിക്കൻ ബിരിയാണിക്കാണ്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടപ്പെടാത്ത നമ്മുടെ സുഹൃത്ത് അംജദിന് പോലും ഇവിടുത്തെ ബിരിയാണി ഒരുപാട് ഇഷ്ടപ്പെട്ടു. റൈസ് ഒക്കെ അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആണ്. ചിക്കൻ ആണെങ്കിലും സോഫ്റ്റ് ആണ്. ഓവറോൾ നല്ലൊരു ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പൊറോട്ടയിൽ മട്ടൻ കീമ സ്പ്രെഡ് ചെയ്ത് തവയിൽ പൊള്ളിച്ചെടുത്ത് നിങ്ങൾ എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ട്? നമ്മുടെ തേർഡ് സ്പോട്ട് ഹോട്ടൽ രവിചന്ദ്രയാണ്. ഇവിടുത്തെ വില്ലിംഗ്ടൺ പൊറോട്ടയാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇവിടുത്തെ ഗെയിമിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. നോക്കിയേ, കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയം. അല്ലെങ്കിൽ എല്ലാ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊന്നും ഫുഡ് കഴിച്ചൊന്നും വരില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണത്. ഒരുപാട് റെസ്റ്റോറൻറ്റൊന്നും കണ്ടിട്ടില്ല. നല്ല കോൺസെപ്റ്റാണ് ഇത്. പക്ഷെ നമ്മളെ കൂടെ കുട്ടികളല്ല, തന്തമാരാണ് കൂടെ ഉള്ളത്. താങ്കളുടെ പ്രായക്കാർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? താങ്കളുടെ പ്രായക്കാർക്ക് പറ്റിയ നിനക്ക് പറ്റിയതാ? 35 വയസ്സുള്ളവർക്കൊന്നും കളിക്കാൻ പറ്റൂല അംജദ. എനിക്ക് അവിടുന്ന് പ്രായം ഉണ്ട് നല്ല. ഇനി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീ രാമചന്ദ്ര ലഞ്ച് ഹോംസ് ഉണ്ട്. ഇതൊരു ലെജൻഡറി ഫുഡ് സ്പോട്ട് ആണ്. നമ്മുടെ 4ാമത്തെ സ്പോട്ടും ഇത് തന്നെയാണ്. ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ മീൽസ് ആണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. സോ കൂണൂർക്ക് പോകുന്ന എല്ലാവരും ഈ ഫുഡ് സ്പോട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.